മുതലപ്പുഴയിലെ അപകടം സംബന്ധിച്ച് ഒക്ടോബർ മാസത്തിൽ ഞാനൊരു യോഗം വിളിച്ചിരുന്നു, ഉദ്യോഗസ്ഥന്മാരുടെയും ട്രേഡ് യൂണിയനുകളുടെയും. അവിടെ നിർമ്മാണത്തിലുണ്ടായ അപാകതയാണെന്നാണ് CWPRS റിപ്പോർട്ട്. അതിന്റെ ഭാഗമായി 164 കോടി രൂപയുടെ പദ്ധതി തന്നു. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്തു. കേന്ദ്രമന്ത്രിയുമായിട്ട് ഞാൻ പ്രത്യേകം ചർച്ച ചെയ്തു. ആ 164 കോടി തത്വത്തിൽ അംഗീകരിച്ചു. അതിന്റെ ഇംപ്ലിമെന്റേഷനിൽ പോകണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം പറ്റത്തില്ല. 6-ാം തീയതിക്ക് ശേഷം അതിന്റെ അന്തിമ തീരുമാനം നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ കാര്യം ചെയ്തു കഴിഞ്ഞു. ഒക്ടോബർ മാസത്തിലെ യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം കാലാവസ്ഥ മാറുമ്പോൾ അപകടം ഉണ്ടാവും എന്ന് മുൻകൂട്ടി കാണുകയും കാലാവസ്ഥയിൽ വന്ന മാറ്റം വരുന്ന സന്ദർഭത്തിൽ അവിടെ നിരോധനം ആവശ്യമാണ് എന്ന കാര്യം ഗവൺമെന്റ് അഭിപ്രായം ആ യോഗത്തിൽ വെച്ചു. പക്ഷെ പ്രാദേശികമായി വന്ന സംഘടനാ നേതാക്കന്മാർ അത് ശരിയല്ല, അവർക്ക് അതുവഴി തന്നെ പോയി മത്സ്യബന്ധനം നടത്തണം എന്ന അഭിപ്രായമാണ് അവർ വെച്ചത്. പൊഴി 2 മാസം കൂടുതലടക്കണമെന്ന് പറഞ്ഞത് 2 മാസത്തേക്കാണ്. ഇപ്പൊ ഈ സീസണിൽ 2 മാസത്തേക്ക് അവിടെ പൊഴി, കാരണം ഇപ്പൊ നമ്മൾ 9-ാം തീയതി മുതൽ ട്രോളിംഗ് വരുന്നു. അപ്പൊ ആ ഭാഗത്ത് ഉള്ള ബോട്ടുകൾ അല്ലെ വള്ളങ്ങൾ അത് ഒഴിവാക്കുക. അപകടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇപ്പൊ 2 പേര് മരിച്ചു, കാലാവസ്ഥ മാറിയപ്പോൾ 2 ആൾ മരിച്ചു. ഇനിയും സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതനുസരിച്ചാണ് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞത്, നിങ്ങൾ ഈ 2 മാസത്തേക്ക് അനുവദിക്കണം. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സംഘർഷത്തിന് പോകാൻ അല്ലെങ്കിൽ ഗവൺമെന്റ് വേറെ ആക്ഷനിലേക്ക് പോകാൻ പിന്നീട് തീരുമാനിച്ചില്ല. വിഴിഞ്ഞത്തും കൊല്ലത്തും നീണ്ടകരയും ശക്തികുളങ്കരയിലുമായിട്ട് ഈ ബോട്ടുകൾക്ക് പോയി അവിടെ പിന്നെ അവർക്ക് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വന്ന് സംവിധാനം ഒരുക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇന്നത്തെ ഈ ട്രേഡ് യൂണിയൻ യോഗത്തിൽ ഈ പ്രശ്നം വീണ്ടും നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 5-ാം തീയതി ഈ 2 ജില്ലയിലെയും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും മുതലപ്പുഴയിലെ പ്രാദേശികമായ നേതാക്കന്മാരെയും കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ ആളുകളെയും ജനപ്രതിനിധികളെ ഉൾപ്പെടെ 3 മണിക്ക് 5-ാം തീയതി വീണ്ടും വിളിച്ചിട്ടുണ്ട്. അന്തിമമായ തീരുമാനം ഇത് സംബന്ധിച്ച് അവരുടെ പൂർണ്ണ സഹകരണത്തോടെ നടപ്പാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഭീഷണിപ്പെടുത്തിയോ അല്ലാതെ സർക്കാരിന് അധികാരം ഉപയോഗപ്പെടുത്തിയല്ല. അവർ പൂർണ്ണമായിട്ട് സമ്മതിക്കണം. 2 മാസം അവരിത് അതുവഴിയുള്ള യാത്ര ഒഴിവാക്കണം. നമുക്കൊരു ഗ്യാരണ്ടി ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല. എന്നാൽ 164 കോടിയുടെ പ്രൊജക്ട് വരുന്നു. ഏറ്റവും വേഗം പദ്ധതി നടപ്പാക്കാൻ സമാന്തരമായ പ്രവർത്തനം ഗവൺമെന്റ് ഇപ്പോൾ ആവിഷ്കരിച്ചു. ഒരു തടസ്സവുമില്ല. അവർ തത്വത്തിൽ കേന്ദ്രമന്ത്രി അംഗീകരിച്ചു. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. എന്റെ സെക്രട്ടറി പോയിരുന്നു, ഉദ്യോഗസ്ഥന്മാരെല്ലാം പോയിരുന്നു, തത്വത്തിൽ അംഗീകരിച്ചു. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ലല്ലോ. എന്തായാലും നിലവിൽ ഞങ്ങളുടെ ഭാഗത്ത് 100% അതിന്റെ പ്രവൃത്തി തുടങ്ങാനുള്ള നടപടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അല്ല, സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അത് അവർ പറയുന്നതല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ 40% സ്റ്റേറ്റും 60% സെൻട്രലുമാണ്. സെൻട്രലിന്റെ ഭാഗത്തുള്ള 60% തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ നമ്മൾ വർക്ക് ആരംഭിക്കും. അല്ലെ, അവരിപ്പോ 6-ാം തീയതി കഴിഞ്ഞ് അംഗീകാരം തന്നതിൽ 3 മാസം പണി ആരംഭിക്കും. 6-ാം തീയതി കഴിഞ്ഞ് അംഗീകാരം ഒരു 15-ാം തീയതിക്കുള്ളിൽ ലഭ്യമായാൽ 3-ാമത്തെ മാസത്തിനുള്ളിൽ ടെൻഡർ ചെയ്ത് പണി ആരംഭിച്ചു. കാരണം ഈ സീസൺ കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കും. അത്രയും നാള് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അവിടെ 30 ലൈഫ് ഗാർഡിനാണ് വെച്ചിരിക്കുന്നത്. യന്ത്രവൽകൃതമായ അപകടം സംഭവിച്ചാൽ പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാകുന്ന 3 ബോട്ടുകൾ, എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ആംബുലൻസ് സർവീസ് എല്ലാം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരുക്കിയാലും ഈ പൊടിയിലെ അപകടത്തെ നമുക്ക് അതുമെല്ലാം വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുവരെ എന്ന് പറഞ്ഞാൽ ഈ അപകടം നടക്കുന്ന ഈ സീസണിൽ, അതിനുശേഷം അത്രയും വരില്ല. ഈ റഫ് സീസണിൽ എല്ലാവരും സഹകരിക്കണം. അവിടെ ആ സമയത്ത് അതുവഴി യാത്ര ചെയ്യരുത്, അല്ലാതെ വേറൊരു കണ്ടീഷൻ പറയാൻ പറ്റില്ല. ഇപ്പൊ അദാനിയാണ് അവിടെ ഇത് കോൺട്രാക്ട് ചെയ്യുന്നത്. അവര് നന്നായിട്ട് ഇപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട തുറവ് വകുപ്പ് മന്ത്രി ഞാനും കൂടി പങ്കെടുത്ത് യോഗം നടത്തി. ഞാൻ തന്നെ പങ്കെടുത്ത് 3 യോഗം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അവരുടെ തന്നെ ക്രെയിൻ ഇത് മണ്ണ് മാറ്റുന്ന യന്ത്രം ഇത് കൊണ്ടുവന്ന് നന്നായി അവർ പണിയുന്നുണ്ട്. പക്ഷേ ഈ പൊടിക്കകത്ത് ഡ്രഡ്ജർ കൊണ്ടുവന്ന് നമുക്ക് മണ്ണെടുക്കാൻ പറ്റുന്നില്ല. അത് വേറെ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. പൊടിക്കകത്തോട്ട് ഇറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യമല്ല അവിടെ ഉള്ളത്. അതിന് മുമ്പത്തെ കാര്യമാണ്. ഇന്നലെ കൊടുത്തിട്ടില്ല, അതിന് മുമ്പ് കൊടുത്തതാണ്. അദാനി കോൺട്രാക്ട് എടുത്തതിന് ശേഷം വന്നിട്ടുള്ള സമയങ്ങളുടെ പ്രശ്നമാണ്. ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യം നടന്നില്ലെന്ന് പറയാൻ പറ്റും. വിഷ്വൽസ് വന്നു ഇപ്പോൾ അവിടെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. പക്ഷെ അവര് ചെയ്താലും ഈ പൊഴിയില് വരുന്ന മണ്ണ് മാറ്റാൻ കഴിയുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പ്രോസസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം.